ഇന്നിൻ്റെ ആധുനിക മനുഷ്യൻ പ്രശ്നങ്ങളുടെ വിഴുപ്പുപാണ്ഡവും പേറി അവൻ ജീവിതത്തിൻ്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുകയാണ്. പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമില്ല. സാധാരണയായി നമ്മൾ പറയാറുണ്ട്, ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുടെ സങ്കീർണതകളിൽ ഇന്നിൻ്റെ ആധുനിക മനുഷ്യൻ നട്ടം തിരിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രശ്ന പരിഹാര സങ്കേതങ്ങൾ തേടി, അത്തരത്തിലുള്ള ഇടങ്ങൾ തേടി ആധുനിക മനുഷ്യൻ ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. ആർക്കെൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയും? എവിടെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും? ഇത്തരത്തിലുള്ള നെട്ടോട്ടത്തിൻ്റെ നടുവിലാണ് ഓരോ മനുഷ്യ ജീവിതവും. പ്രശ്നങ്ങളുടെ നടുവിൽ മനുഷ്യൻ സാധാരണ എടുക്കുന്ന 3 തീരുമാനങ്ങളുണ്ട്. ഒരു കൂട്ടർ പ്രശ്നങ്ങളെ വിധിയായി ഏറ്റുവാങ്ങും. അവർ പറയും, എൻ്റെ തലയിലെ വിധിയാണിത്. ഒരിക്കൽ യോബ് പറഞ്ഞു, പ്രശ്നങ്ങൾക്കായി ഞാൻ ജനിച്ചിരിക്കുന്നു. പ്രശ്നങ്ങളെ വിധിയായി ഏറ്റുവാങ്ങുന്നവർ ഈ കഷ്ടങ്ങൾ, വേദനകൾ ഞാൻ സഹിക്കേണ്ടതാണ്. അങ്ങനെ ഇതിന് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നവർ, അതിനെ വിധിയായി ഏറ്റുവാങ്ങുന്നവർ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രശ്നങ്ങളെ വിധിയായി ഏറ്റുവാങ്ങിയാൽ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, പ്രശ്നങ്ങൾ നിന്റെ മേൽ യജമാനനായി വാഴും. പ്രശ്നങ്ങൾ ഒരു ഒഴിയാ ബാധയായി നിന്നെയും നിന്റെ ജീവിതത്തെയും നിന്റെ ഭവനത്തെയും ചൂഴ്ന്നു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല. ഹല്ലേലൂയ. ഞാൻ വളരെ വേഗം മുൻപോട്ട് പറഞ്ഞു പോകുകയാണ്. മറ്റൊരു കൂട്ടരുണ്ട്, പ്രശ്നങ്ങൾക്ക് തങ്ങളെ തന്നെ അങ്ങ് വിധേയപ്പെടുത്തി കൊടുക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രശ്നങ്ങൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് മറ്റൊരു കൂട്ടരുണ്ട്, പ്രശ്നങ്ങളുടെ നടുവിൽ ഒളിച്ചോട്ടം നടത്തുന്നവർ. എസ്കേപ്പ് ഫ്രം ഇറ്റ്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടത്തിനായി അവർ പല പരിഹാര മാർഗങ്ങൾ തേടും. ഒരു കൂട്ടരുണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ച് അല്പം അകത്താക്കി അങ്ങനെ വ്യത്യസ്തങ്ങളായ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നവർ. ഞാൻ പറയട്ടെ, ഈ ലഹരി വസ്തുക്കളുടെ കെട്ടുവിടുമ്പോൾ പ്രശ്നങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. മറ്റൊരു കൂട്ടരുണ്ട്, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മറ്റൊരു മാർഗം സ്വീകരിച്ച് ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ആത്മഹത്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണോ? പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം പ്രശ്നത്തിനൊരു പരിഹാരമല്ല. പ്രശ്നപരിഹാര സങ്കേതങ്ങൾ തേടി പ്രശ്നപരിഹാരത്തിനായി നെട്ടോട്ടമോടുന്ന മനുഷ്യ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരുവരെയാണ് വിശുദ്ധ വേദം പരിചയപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ജീസസ് ക്രൈസ്റ്റ് വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ക്രോസ് ജംഗ്ഷൻ ഓഫ് യുവർ ലൈഫ്. പ്രശ്നങ്ങളുടെ വിഴുപ്പ് പാണ്ടും പേറി എവിടേക്ക് പോകണം, എങ്ങനെ പ്രശ്നം പരിഹരിക്കണമെന്നറിയാതെ വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന ജീവിതത്തിൻ്റെ വിതർന്നായ അനുഭവങ്ങളുടെ നടുവിൽ നിന്റെ മുമ്പിലുള്ള ബാലികേറ മല പോലെയുള്ള ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ കഴിയുന്നവൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടോ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളുടെ നടുവിൽ അതിനെ വിധിയായി ഏറ്റുവാങ്ങുവാനല്ല, അതിന് നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളുടെ നടുവിൽ ഒളിച്ചോട്ടം നടത്തുവാനല്ല, പ്രശ്നങ്ങളെ ദൈവത്താൽ അഭിമുഖീകരിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിലുള്ള പ്രശ്നം ഹിമാലയ പർവ്വതം പോലെ ഒരു ബാലികേറ മല പോലെ നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതാണെങ്കിലും ദൈവം നിന്നോട് പറയുക, നിന്റെ പ്രശ്നത്തെ സമഭൂമിയാക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്.
എത്ര പേർ വിശ്വസിക്കുന്നു? അതുകൊണ്ട് ഈ നെട്ടോട്ടം ഓടുന്നവരാരും അവരുടെ പ്രശ്നങ്ങൾ ഇന്നുവരെ പരിഹരിച്ചിട്ടില്ല. ഓരോ ദിവസവും ഒരു പ്രശ്നത്തിന് പിന്നാലെ മറ്റൊരു പ്രശ്നം. ഹല്ലേലൂയ. ഓരോ ഭാരച്ചുമടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കുവാൻ കഴിയാത്ത സങ്കീർണതകളായി ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ഇത്തിക്കണ്ണികൾ പോലെ ഇങ്ങനെ ചുറ്റി വരികയാണ്. ഇതിൻ്റെ നടുവിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ക്രിസ്തുവിനും 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചക വരേണ്യനായ യെശയ്യാവ് പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന ദൈവജനത്തോട് അവർ 150 വർഷങ്ങൾക്ക് ശേഷം അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ അവരോട് പറയുക, ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ, നിങ്ങൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. അവിടെ പ്രവാചക വരേണ്യൻ വിളിച്ചു പറയുക, പ്രശ്നങ്ങളുടെ നടുവിൽ ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ എന്ത് ചെയ്യും? ബാല്യക്കാരെന്ത് ചെയ്യും? തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. യൗവനക്കാർ എന്ത് ചെയ്യും? ഇടറി വീഴും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. കരുത്തിൻ്റെ പര്യായമെന്ന് പറയുന്നവർ, ഊർജസ്വലതയുടെ അനുഭവക്കാരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ തളർന്നു പോകും. കരുത്തിന്റെ പര്യായമായ യൗവനക്കാർ അവർ ഇടറി വീഴും. അതിൻ്റെ നടുവിൽ ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ വേദനകളുടെ നടുവിൽ നിങ്ങളെ മുൻപോട്ട് വഴി നടത്തുവാൻ സമചിത്തതയോടെ ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് കരുത്തു പകരുമെന്നാണ് പ്രവാചക വരേണ്യനായ യെശയ്യാവിലൂടെ വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന അടിമത്തത്തിൻ്റെ നടുവിൽ, തിന്മയുടെ ശക്തികൾ നിങ്ങളുടെ മേൽ തേർവാഴ്ച നടത്തുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിൽ, ദുഷ്ടശക്തിയുടെ കരങ്ങളിൽ നിങ്ങൾ ഒരു കതിപ്പാവ പോലെ ഞെരിഞ്ഞമരുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, കഷ്ടതയുടെയും വേദനയുടെയും സങ്കീർണതകളുടെ നടുവിൽ, അല്ലയോ ദൈവജനമേ, മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. ആരൊക്കെ ഏതെല്ലാം പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോയാലും, ആരൊക്കെ ഓടി ഇടറി വീണാലും, അതിൻ്റെ നടുവിൽ ഇന്ന് പകൽക്കാലം ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനമേ, വിശ്വാസ സമൂഹമേ, എപ്പേർപ്പെട്ടവരുമേ, നിങ്ങളെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. Strength to keep going. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനതകളെയൊക്കെ മാറ്റുന്ന ശക്തി. ഇതിൻ്റെ നടുവിൽ ദൈവം 3 കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ പിന്നാലെ ദൈവദാസൻ വളരെ വിശദമായി ദൈവനം പ്രഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഏതൊരു അനിശ്ചിതാവസ്ഥയുടെ നടുവിലും, പ്രൈസ് ദി ലോർഡ്, നിരാശയുടെ നടുവിലും, ആകുലതകളുടെ നടുവിലും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് നിങ്ങളോട് സംവദിക്കുവാനായിട്ടുണ്ട്. ഇവിടെ പ്രവാചകനോട് ദൈവം പറയുകയാ, നിങ്ങൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, സംഘർഷപൂരിതമായ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ എനിക്ക് നിങ്ങളോട് ഇടപെടാനുണ്ട്. ദൈവത്തിൻ്റെ ജനമേ, നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും മുൻകൂട്ടി നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ലോക ചരിത്രം മനുഷ്യർ തയ്യാറാക്കുന്ന തിരക്കഥകളല്ല മുൻപോട്ട് പോകുന്നത്. അത് ദൈവവചനത്തിൻ്റെ അനുസരണമായിട്ടാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചരിത്ര സംഭവങ്ങളുടെ നടുവിൽ, ലോക സംഭവങ്ങളുടെ നടുവിൽ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-31 വാക്യത്തിൽ ദൈവം പറയുകയാ, ഇതിന്റെ നടുവിൽ നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ പോകുകയാ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. സമ്മർദ്ദങ്ങളുടെ നടുവിൽ, ജീവിതം ഇരുൾ മൂടുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, God promised to help us to fly. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറക്കുവാൻ പോയിട്ട് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. ഒന്നെഴഞ്ഞ് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെ ദൈവം പ്രവാചകനോട് പറയുക, ഇല്ലേ ഇല്ല, നിങ്ങൾ എഴയുകയല്ല, ഏന്തി വലിഞ്ഞ് നടക്കുകയല്ല, ബലഹീനതയിൽ നട്ടം തിരിയുകയല്ല, ഇതാ നിങ്ങൾ പറക്കുവാൻ പോകുകയാണ്. ഊക്കോടെ ആകാശത്തിന്റെ അനന്തതയിൽ പറന്നുയരുന്ന ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് പറന്നുയരുന്ന കഴുകനെ പോലെ പറന്നുയരുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൃത്യമായി ചില ദിവസങ്ങൾ മാത്രമേ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പിലുള്ളൂ. ആമേൻ. വരുന്ന ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് നീ ഓർത്താകുലപ്പെട്ട് വിചാര വിവശതയോടെ ആയിരിക്കുന്ന വിഷമസന്ധികളുടെ നടുവിൽ സ്വർഗം പറയുകയാ, എന്തി വലിഞ്ഞ് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ വലഞ്ഞലഞ്ഞായിരിക്കുന്ന നിന്റെ ജീവിത അനുഭവങ്ങളുടെ നടുവിൽ ദൈവം പറയുകയാ, നീ പറക്കാൻ പോകുകയാ. Hallelujah. God promised to help us fly. Praise the Lord. എന്ന് പറഞ്ഞ എന്താ? Praise the Lord. Amen. ഞാൻ ഇങ്ങനെ പറയും, to rise above the problems of life, amen, and soar over them. Praise the Lord. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകൽക്കാലം ഒരു പ്രശ്നവും നിന്റെ മേലെ അല്ല, നിന്റെ മേൽ വാഴുകയില്ല. നീ അതിൻ്റെ മേലെ അതുക്ക് മേലെ നീ പറന്നുയരാൻ പോകുകയാ, പറന്നുയരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എന്താ പറയുന്നത്? God wants to make eagle out of us. നിന്നിലൊരു കഴുകൻ കുടിയിരിപ്പുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അനന്തതയിൽ പറന്നുയരുക, കരുത്ത് പകരുന്ന, ശക്തി പകരുന്ന, ഊക്കോടെ മുന്നോട്ട് ചുവട് വയ്ക്കുവാൻ നിന്നെ കരുത്തുറ്റാകുന്ന നിന്നിൽ നിന്നും ഒരു കഴുകൻ പുറത്തു വരാൻ പോകുകയാണ്. മനസ്സിലായോ? ദൈവത്തെ സ്തുതിക്കുക. ദൈവമക്കളോട് ഞാൻ പറയും, നിന്നെ നടക്കാനല്ല ദൈവം വിളിച്ചത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. You are born to fly. പറക്കുവാനാണ് ദൈവം നിന്നെ വിളിച്ചത്. ആമേൻ. നീ ഒരു പാരറ്റ് അല്ല കേട്ടോ. ചെറിയ ഉയരത്തിൽ പറക്കുന്ന, പിന്നെ താണഭൂമിയിലേക്ക് വരുന്ന ഒരു തത്തയെപ്പോലെ ആയിരിക്കുവാനല്ല, മറിച്ച് ഒരു കഴുകനെ പോലെ ഉയരത്തിൽ പറക്കുവാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതികൂലം നിറഞ്ഞ, പ്രശ്നം നിറഞ്ഞ, വേദന നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ, നിന്ദകൾ നിറഞ്ഞ, നിനക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ എല്ലാ സാഹചര്യങ്ങൾക്കും മേലെ പറന്നുയരുവാൻ
എപ്പോഴും ഞാൻ എൻ്റെ മനോമുഖരത്തിൽ കാണുന്ന ഒരു പ്രത്യേക ഒരു പടമുണ്ട്. വരച്ച പടമൊന്നുമല്ല, ചിലർക്ക് അത്ര വരച്ച പടം കാണുമായിരിക്കാം. ശിഷ്യന്മാർ ഗലീലാക്കടലിലെ ആഴങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. ആഴക്കടലിൻ്റെ അഗാധതലങ്ങളിൽ വെള്ളം കുടിച്ച് പള്ള വീർത്തവർ മുങ്ങിത്താഴുവാൻ തുടങ്ങുമ്പോൾ അവർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുക, രക്ഷിക്കണമേ. യേശുവെ രക്ഷിക്കണമേ എന്നൊന്നുമല്ല നിലവിളിച്ചത്. കാരണം ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചിന്താഗതി അങ്ങനെ, ഈ പ്രശ്നം പരിഹരിക്കാൻ, എൻ്റെ ഈ കടഭാരം പരിഹരിക്കാൻ ദൈവത്തിനൊന്നും കഴിയത്തില്ല. ചില കാര്യങ്ങളൊക്കെ ചെയ്തേലേ ഇത് നടക്കത്തുള്ളൂ. ഇനി പകൽക്കാലം ഞാൻ പറയാം, 1,00,000 അവൻ മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. 8 കോടിക്കും അവൻ മതിയായവനാ. നീ ഇങ്ങനെ തെണ്ടി നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുത്താൻ വേണ്ട, 1 രൂപ കൊടുത്തുള്ള അഭ്യാസമൊന്നും വേണ്ടാന്ന്. പ്രൈസ് ദി ലോർഡ്. 1 രൂപ കൊടുത്തുള്ള അഭ്യാസമൊന്നും വേണ്ടാന്ന്. 1 പൈസ നീ കുഴിച്ചിടണ്ട. നീ രാവിലെ മുതൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ഫാൻറ്റസി വേൾഡിൽ, സ്വപ്ന ലോകത്തിൽ ഇങ്ങനെ നെട്ടോട്ടമോടേണ്ട കാര്യമില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഫാൻറ്റസി വേൾഡ് അല്ല. ഒരുത്തനും നിന്റെ പ്രോസ്പെരിറ്റിയെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. അത് ഏത് തമ്പുരാനാണെങ്കിലും, ഏത് പോപ്പാണെങ്കിലും, ഏത് വലിയ പത്ര പോലത്തെ ആണെങ്കിലും, ഏത് സെൻറ്റർ പാസ്റ്റർ ആണെങ്കിലും നിന്റെ പ്രോസ്പെരിറ്റിയെ ഒരുത്തനും ക്യാൻസൽ ചെയ്യാൻ കഴിയത്തില്ല. കാരണം അനുഗ്രഹിച്ചത് ദൈവമാണെങ്കിൽ, ഉയർത്തിയത് ദൈവമാണെങ്കിൽ അവൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. സകല ജഡവും കാണുക നിന്നെ ഉയർത്തും. വഴി തുറന്നത് ദൈവമാണെങ്കിൽ അതൊരു ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആമീൻ. നിങ്ങളെ ദൈവം വിളിച്ചത് എഴയുവാനല്ല. ആമീൻ. ദൈവം നിങ്ങളെ വിളിച്ചത് എല്ലാറ്റിനും മേലെ. അപ്പോൾ ഞാൻ കണ്ട ആ മനോഹര ചിത്രം എൻ്റെ മനോമുഖരത്തിൽ എപ്പോഴും വരാറുള്ള, വരച്ച ചിത്രമല്ല, എൻ്റെ മനോമുഖരത്തിൽ എപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ കാണുന്ന ചിത്രം എന്താ? ശിഷ്യന്മാർ മുങ്ങിത്താഴാൻ തുടങ്ങിയ. അല്ലയോ ഗുരുവേ, ഞങ്ങൾ സുരക്ഷിതത്തിൻ്റെ കരയിലിരുന്നതാ, വല്ല കാര്യം ഉണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ച് ഈ വെള്ളത്തിലിറക്കാൻ? അങ്ങ് എത്ര ക്രൂരനാണ്. കഷ്ടത നിങ്ങളും ചോദിച്ചു ഇല്ലേ? ഞാനും പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറയുന്നത് തെറ്റല്ല, ദൈവത്തെ ചോദ്യം ചെയ്യുകയൊന്നുമല്ല. അല്ലയോ ദൈവമേ, അങ്ങ് എന്തോ പരിപാടിയായി കാണിച്ചത്? പലരും ചോദിച്ചു, ഇന്നലെയും ചോദിച്ചു. ചിലർ പറയും, ഈ ദൈവമക്കളാകുന്നതിന് മുമ്പ് ഒരു കഷ്ടതയില്ലായിരുന്നു. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ദാവീദിൻ്റെ മേൽ അഭിഷേകതലം വീഴുന്ന വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. കാട്ടിലിങ്ങനെ ആടിനെ മേയ്ക്കാൻ വിട്ടിട്ട് പാട്ടൊക്കെ പാടി കിന്നരം വായിച്ച് വലിയ സന്തോഷത്തോടെ ഇരുന്നവനാ. എന്നാൽ എന്ന് ശൗമേൽ പ്രവാചകൻ അവൻ്റെ തലമേൽ അഭിഷേകം ഒഴിച്ചോ, വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ദിവസമെങ്കിലും കാട്ടിലും മേട്ടിലും ഗുഹയിലും അങ്ങനെ നെട്ടോട്ടം ഓടുക പ്രിയമുള്ളവരെ. കാരണം അവൻ്റെ മേൽ വീണത് ആരുടെ മേലും വീണ അഭിഷേകമല്ല, സ്പെഷ്യൽ അനോയിന്റിങ്. അഭിഷേകം നിന്റെ മേൽ വീണാൽ മറ്റുള്ളവരുടെ അവസ്ഥയല്ല നിനക്ക്. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ അപ്പവും തിന്ന് വെള്ളവും കുടിച്ച് ഈ മരുഭൂമിയാണെ പോലും അവിടെ സുരക്ഷിതമായിട്ടിരുന്നതാ. പിന്നെ അങ്ങ് എന്തോ പണിയായി കാണിച്ച് ഈ വെള്ളത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിറക്കിയത്? ഇന്ന് പലരും ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവർ തണ്ടുവലിച്ചു, കുഴഞ്ഞു, പടക് കരവിട്ട് ബഹുദൂരം യാത്രയായി.
ഇനി ഒരു ആശയ്ക്കും വകയില്ല, ഭയചകിതരായി നിലവിളിക്കുകയാണ്. പലരും വലിച്ചു കുഴഞ്ഞവർ ഇവിടെ ഉണ്ട്. ബിസിനസ് നടത്തി കുഴഞ്ഞവർ, നെട്ടോട്ടമോടി കുറഞ്ഞവർ, കടം വാങ്ങി കുഴഞ്ഞവർ, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, ഭാരമുള്ളവരെല്ലാം ആരുടെ അടുക്കൽ വന്നു? ദാവീദിൻ്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് നേതാവായത് ബെൻസിൽ വരുന്നവൻ്റെ നേതാവല്ലായിരുന്നു അവൻ. കഷ്ടപ്പെടുന്നവരുടെ, വേദനപ്പെടുന്നവരുടെ, ഇല്ലായ്മയുള്ളവന്റെ നേതാവായിരുന്നു അവൻ. അവൻ അവർക്കാ രാജാവായി തീർന്നത്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ഇതുകൊണ്ടാണ് ഒരുത്തൻ്റെയും പുറകെ പോകാത്തത്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ ഒരു പ്രസ്താവനയില്ല, ഇവിടെ ഒരു പിരിവില്ല. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ഒരുത്തൻ്റെ മുഖത്തേക്ക് നോക്കിയാ ഇറങ്ങിയത്. ഇവിടെ കച്ചവടമില്ല, ഇവിടെ ദശാംശമില്ല, ഹല്ലേലൂയ, ഒന്നുമില്ല. എറണാകുളത്തുനിന്നും പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ ചോദിച്ചു, എൻ്റെ സുഹൃത്ത, എൻ്റെ അയൽവാസി അദ്ദേഹം എറണാകുളത്ത് താമസിക്കും. അദ്ദേഹം ചോദിച്ചു, ഇവിടെ സ്തോത്ര കാഴ്ചയില്ലേ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനാ? ഞാൻ പറഞ്ഞു, സഹോദരൻ ധൈര്യമായിട്ട് പോവും. ഞാൻ പറഞ്ഞത്, സഹോദരൻ ധൈര്യമായിട്ട് പോവും. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം എന്നറിയാം? ഞാനിവിടെ പറയാൻ താല്പര്യപ്പെട്ട കാര്യം, നീ എഴഞ്ഞ് വലഞ്ഞ് പോകുവാനല്ല ദൈവം നിന്നെ നടത്തുന്നത്. രാജകുമാരനെ പോലെ, രാജാവിനെ പോലെ, പക്ഷികളുടെ രാജാവായ കഴുകനെ പോലെ അനന്തവിഹായസിൽ ആരും അത്ഭുതം കൂറുമാറി നോക്കി നിൽക്കത്തക്ക നിലയിൽ നീ പറക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്ക്, മൈലുകൾ ഉയരത്തിലാ കഴുകൻ പറക്കുന്നില്ലേ? ഈ കഴുകന് ഈ താഴത്തെ ഭൂമി എങ്ങനാ തോന്നുന്നേ? വളരെ ചെറുതാ. മനസ്സിലായോ? ഇതൊരു ആത്മീയ ചിന്തയാ. ഉയരത്തിൽ പറക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, താഴെ ഭൂമിയിലെ വിഷയങ്ങൾ നിനക്ക് തുലോം ചെറുതാണ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ തുലോം ചെറുതാണ്. ഇതാ നിങ്ങൾ നോക്കൂ, പെരുവെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങുന്ന ശിഷ്യന്മാരെ വിടുവിക്കുവാൻ 4-ാം യാമത്തിൽ പെരുവെള്ളത്തെ കവച്ച് വെച്ചൊരുത്തൻ കടന്നു വരുന്നുണ്ട്. കാറ്റിനെ അതിജീവിച്ചൊരുത്തൻ കടന്നു വരുന്നുണ്ട്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് അലമുറയിടുന്ന പെരുവെള്ളങ്ങൾ, അതൊന്നും അവൻ്റെ കാൽ കീഴിൽ അമരാത്തതല്ല. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. ഉയരത്തിൽ ഇരിക്കുന്ന കഴുക, താഴെ ഭൂമിയിലുള്ള വിഷയങ്ങളെല്ലാം നിന്റെ മുമ്പിൽ, നിന്റെ നയനങ്ങൾക്ക് മുമ്പിൽ തുലോം ചെറുതാണ്. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾക്ക് നൃത്തം ചെയ്യാനുള്ള കാര്യമാണ്. ഉയരത്തിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉയരത്തിൽ ചിന്തിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, താഴെ ഭൂമിയിലെ വിഷയങ്ങൾ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. God promised to make you fly. അത് പറയാൻ എൻ്റെ മുമ്പിൽ സമയം, കർത്താവിൻ്റെ ദാസൻ്റെ സമയം നമുക്ക് ലഭിക്കണമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. Praise the Lord. He will lift you above and give you victory. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നമ്മളെ ദൈവം ഉയരത്തിൽ പറക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. Praise the Lord. He promised to fly. He promised to fly. ഇന്ന് പകൽക്കാലം നടക്കാൻ പോലും കെപ്പില്ലാതെ വന്നിരിക്കുന്ന നിന്നെ, ഹല്ലേലൂയ, നിന്നേക്കാൾ പകുതി പ്രായമുള്ളവർ ഇഴഞ്ഞു വലഞ്ഞു നടക്കുമ്പോൾ ഊക്കോട ചുവടുകൾ വെക്കുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ, കഷ്ടതകളെ അതിജീവിക്കുവാൻ, വേദനകളെ അതിജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം ഉയർപ്പിൻ ജീവൻ നിനക്ക് വേണ്ടി വ്യാപരിക്കുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുക. കൂടുകളെ കൂടി കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ നിലം പരിചായി. ഇന്ന് പകൽക്കാലം നാം പറക്കാൻ പോകുക കേട്ടോ. ഉറുമ്പിനെ പോലെ എഴയുകയല്ല. പറഞ്ഞു
പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് പാടാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. പാവങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. ഓ കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടിളക്കി എല്ലാ നാവും തുറന്ന് പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ഓ ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ നിലമ്പരിനായി നാം നയിച്ചിടാതെ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. പരമപിതാവിനു സ്തുതി പാടാം,